ഹായ് വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര. നമ്മളുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സിനിമ കണ്ട് ഇംഗ്ലീഷ് പഠിക്കാമെന്ന് പഠിച്ചായിരുന്നു അല്ലേ. ഇനി നമ്മൾക്ക് ഈ വീഡിയോയിൽ സോങ്സ് വെച്ചിട്ട് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാമെന്ന് നോക്കാം. ഇനി മൂവീസ് കാണുന്നതിന് നമുക്ക് എന്ത് വേണം, കുറച്ചും കൂടി സമയമൊക്കെ വേണം അല്ലേ, കുറച്ചുകൂടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, കുറച്ചുകൂടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് മൂവീസ് കാണുന്നത്. എന്നാൽ സോങ്സ് വഴി നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് ഇംഗ്ലീഷ് പഠിക്കാം. പക്ഷെ ചുമ്മാ ഇംഗ്ലീഷ് സോങ്സ് കേട്ടതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുമോ? ഇല്ല കേട്ടോ. അതിനുവേണ്ടി നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യാണ്ട്, കുറച്ച് സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യാണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സോങ്സിൻ്റെ, നമ്മൾക്ക് കേൾക്കുമ്പോൾ ഇഷ്ടം തോന്നിയിട്ടുള്ള ഇംഗ്ലീഷ് സോങ്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് സോങ്സ് ആണ്. ചിലർക്ക് ചില പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സോങ്സ് ഇഷ്ടമുള്ളതായിരിക്കും, ചിലർക്ക് മെലഡീസ് മാത്രം ഇഷ്ടമുള്ളതായിരിക്കും, ചിലർക്ക് പോപ്പ് സോങ്സ് ആയിരിക്കും ഇഷ്ടമുള്ളത്. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് സോങ്സ് ഏതാണോ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇനി എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. കുറച്ചൊരു 10 to 15 സോങ്സ് ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ല, ഫേവറേറ്റ് സോങ്സ് കണ്ടുപിടിച്ച് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഈ ലിസ്റ്റിലിടുന്ന സോങ്സ് ചൂസ് ചെയ്ത് നിങ്ങൾ എടുത്താലും മതി. ഓക്കെ, ഇനി നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് വെക്കുക, ഒരു 10 to 15 സോങ്സ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡേ തൊട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ദിവസം ഒരു സോങ് എടുക്കുക. നമുക്കതിൽ നിന്ന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സോങ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആ സോങ്ങിനെ നമ്മൾ ആ ദിവസമൊക്കെ കേൾക്കണം. ഇനി നമ്മളൊരു വർക്ക് ചെയ്യുന്ന ആളാണ്, നമ്മൾക്ക് ട്രാവൽ ചെയ്തൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഒരു സമയമൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ സോങ് കേൾക്കാൻ ശ്രമിക്കുക. നമുക്ക് ഓഫീസിൽ നമ്മൾ വെറുതെ ഇരിക്കുക, ഒന്നും ചെയ്യാനില്ലാത്ത സമയം എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മുടെ ബ്രേക്ക് ടൈം ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ സോങ് കേൾക്കാൻ ശ്രമിക്കുക. നമ്മൾ തിരിച്ച് വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് സോങ് കേൾക്കാൻ ശ്രമിക്കുക. ബസ്സിലൊക്കെ ഇരുന്ന് പാട്ട് കേൾക്കാൻ നല്ല രസമായിരിക്കും അല്ലേ, അപ്പം അങ്ങനെ കേൾക്കാൻ ശ്രമിക്കുക. ഈ സോങ് കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഇനാക്റ്റീവ് ആയിട്ടുള്ള ലിസണിങ് അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യണം. അതായത് നമ്മൾക്ക് അതിൽ നിന്ന് അതിൻ്റെ ലിറിക്സിൽ നിന്ന് നമ്മൾക്ക് എന്തെങ്കിലും വേർഡ്സ് ഒക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. അങ്ങനെ കുറച്ചെങ്കിലും 1-2 വേർഡ്സ് എങ്കിലും നമുക്ക് അതിൽ നിന്ന് പിക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു 8 to 10 ടൈംസ് നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള സമയം കൊണ്ട് ഈ സോങ് കേട്ടിട്ടുണ്ടാവും അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത്, ഈ സോങ് കേൾക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ലിറിക്സ് ബ്രൗസ് ചെയ്യുക. ഇൻ്റർനെറ്റിൽ നമ്മൾ ആ സോങ്ങിൻ്റെ ടൈറ്റിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് അതിൻ്റെ ലിറിക്സ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ സ്പോട്ടിഫൈ പോലെ ഒരു ആപ്പാണ് സോങ്സ് കേൾക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ അതിലും ലിറിക്സോടെ പാട്ട് കേൾക്കാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും തുടക്കത്തിൽ നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ലിറിക്സ് യൂസ് ചെയ്ത് കേൾക്കരുത് കേട്ടോ. കുറച്ച് പ്രാവശ്യം കേട്ട് വേർഡ്സൊക്കെ ക്യാച്ച് ചെയ്യാൻ ശ്രമിച്ച് സോങ്ങിനോട് ഫെമിലിയർ ആയതിനു ശേഷം ഒരു പ്രാവശ്യം നമ്മൾ ലിറിക്സ് ഓൺ ചെയ്ത് വെച്ചിട്ട് സോങ് അതിൻ്റെ ഒപ്പം കേൾക്കുക. അപ്പോൾ നമ്മൾ സോങ് കേൾക്കുന്നതിൻ്റെ ഒപ്പം ഈ ലിറിക്സ് വായിച്ചു പോവുക. അപ്പോൾ നമ്മൾക്ക് ആ സോങ് കംപ്ലീറ്റ്ലി മനസ്സിലാവും. അതിനകത്ത് എല്ലാ വേർഡ്സും നമ്മൾ മനസ്സിലാക്കുകയാണ് എന്തൊക്കെയായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ഗ്രേറ്റ് അണ്ടർസ്റ്റാൻഡിങ് പോലത്തെ ഒരു ഫീൽ വരും. ഓക്കെ, അതിന് ശേഷം നമ്മൾ ലിറിക്സ് വായിച്ച് അങ്ങനെ 1-2 പ്രാവശ്യം ചെയ്തതിന് ശേഷം പിന്നെയും ഈ സോങ് കേൾക്കുക. പിന്നെയും കേൾക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് കൂടുതൽ വേർഡ്സ് നമ്മൾ ക്യാച്ച് ചെയ്യുന്നത് നമ്മൾ തന്നെ കാണും. ഇതെന്തൊക്കെ ചെയ്യും, നമുക്ക് പുതിയ വേർഡ്സ് പഠിക്കാൻ നമ്മളെ സഹായിക്കും, നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള ഓരോ വേർഡ്സിൻ്റെയും പ്രൊനൗൺസിയേഷൻ മനസ്സിലാക്കാൻ സഹായിക്കും, നമുക്ക് കുറേ ഫ്രേസസ് ഒക്കെ പഠിക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സോങ് കേട്ടു, അതിൽ നിന്ന് കുറേ വേർഡ്സൊക്കെ പഠിച്ചു, കുറേ പ്രൊനൗൺസിയേഷനൊക്കെ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾക്ക് അടുത്ത സോങ് എടുക്കാം. അടുത്ത സോങ് എടുത്തിട്ട് ഈ കാര്യം തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മളൊരു സോങ് കേൾക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ചില വേർഡ്സിൻ്റെ മീനിങ് നമുക്ക് അറിയത്തില്ലെങ്കിൽ ആ വേർഡ്സിനെ പോയി സെർച്ച് ചെയ്യുക. ആ വേർഡ്സിനെ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ മീനിങ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ചില ഫ്രേസസ് ഒക്കെ ഉണ്ടാവും, ചില ഫ്രേസസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഫ്രേസസ് എന്താണെന്ന് പോയി സെർച്ച് ചെയ്ത് അതിൻ്റെ മീനിങ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഈ കണ്ടുപിടിച്ച വേർഡ്സും കാര്യങ്ങളും നമ്മൾ പഠിച്ച സാധനങ്ങളൊക്കെ പിന്നീട് നമ്മുടെ സ്പീക്കിങ്ങിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ കേട്ട് പഠിച്ച വാക്കുകൾ റൈറ്റ് പ്രൊനൗൺസിയേഷനിൽ നമ്മൾ യൂസ് ചെയ്യുക. അപ്പം നമ്മൾ ആ വേർഡ് ഒരിക്കലും മറന്നു പോവില്ല. ഇനി നമ്മൾ കേട്ട സോങ്സ് ഒരു പ്രാവശ്യം കേട്ട് പിന്നെ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു സോങ് എടുത്ത് നമ്മൾ 8-10 പ്രാവശ്യം കേട്ട് പിന്നെ അത് കേൾക്കാണ്ടേ ഇരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഈ സോങ്സ് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പം നമ്മൾ മലയാളികൾ കുറേ മലയാളം സോങ്സ് ആയിരിക്കും നമ്മുടെ പ്ലേലിസ്റ്റിലൊക്കെ ഉള്ളത്. അതൊന്ന് കുറച്ച് നാളത്തേക്കൊന്ന് മലയാളം സോങ്സ് കേൾക്കരുതെന്നല്ല, മലയാളം സോങ്സും കേട്ടോളൂ. അതിലേക്ക് കുറച്ച് നാളത്തേക്ക് നമ്മുടെ ഇംഗ്ലീഷ് സോങ്സും കൂടെ ആഡ് ചെയ്ത് നമ്മുടെ ഫ്രീ ടൈമിൽ ഇത്രയും ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ നമ്മൾ കുറേ ഇമ്പ്രൂവ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സോങ്സ് ഇട്ടേക്കാം. നമുക്ക് സോങ്സ് കേൾക്കാൻ പറ്റിയ ആപ്സിൻ്റെ നെയിംസൊക്കെ ഇടാം. അപ്പോൾ അത് നോക്കുക.
അതിനുശേഷം ആ സോങ്സ് കേൾക്കുക. നിങ്ങൾക്ക് ഇത് കുറച്ച് നാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്ന് കോമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് റിപ്ലൈ തരാം. സോ ദാറ്റ് ഐ കെൻ നോ നിങ്ങൾക്കത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയെന്ന്. താങ്ക് യു. English Mitra. Stop worrying, start learning.